ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവഭക്തന്മാരായി ജീവിച്ച മോശയും ഏലിയാവും ഇനിയും ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാനായി ഭൂമിയിലേക്ക് മടങ്ങി വരുമോ? ദൈവവചനം വായിക്കുന്ന, വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണിത്. കാരണം വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 2 സാക്ഷികളെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ആ 2 സാക്ഷികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരാകാനാണ് സാധ്യത, എന്താണ് അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ, അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒന്നാമതായി, ഈ 2 സാക്ഷികൾ ആരൊക്കെയാകാനാണ് സാധ്യത എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വളരെ രസകരമാണ്. അതെല്ലാം നിങ്ങളുമായിട്ടൊന്ന് വളരെ വേഗത്തിൽ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ എഴുതപ്പെട്ട ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ, ഒന്നാമത്, ഈ 2 സാക്ഷികൾ സ്വർഗീയ ദൂതന്മാരല്ല, അവർ മനുഷ്യർ തന്നെയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അവരാരാണെന്നുള്ളത് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ വളരെ ചുരുക്കമായിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു വിടുകയാണ്. 1260 ദിവസം അല്ലെങ്കിൽ 3.5 വർഷം, അതായത് 42 മാസം. ഈ 42 മാസമാണ് ഇവർ ശുശ്രൂഷ ചെയ്യുന്നത്, അതായത് ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽക്കുന്നത്. അവരുടെ സാക്ഷ്യം ലോകത്തിലുള്ള സകല മനുഷ്യരും കേൾക്കും. ഒരുപാട് പേര് ആ സമയത്ത് ആത്മീക ചൈതന്യം പ്രാപിക്കുകയും ദൈവത്തിങ്കലേക്ക്, പ്രത്യേകിച്ച് യഹൂദന്മാർ, മടങ്ങി വരുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും. പക്ഷെ ഇവരാരാണെന്നുള്ളത് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇവരാരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നാം പിന്നീട് ചിന്തിക്കാം. ഇവർ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്താണ്? ഇവർ 2 മനുഷ്യരാണ്. രണ്ടാമത്തേത്, ഇവർ ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ്. 1260 ദിവസം ഇവർ ദൈവത്തിൻ്റെ പ്രവാചകന്മാരായി നിന്നുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. മൂന്നാമത്തേത്, ഇവർ രട്ടുടുത്തുകൊണ്ടാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത്. ഇവരെക്കുറിച്ച് പറയുന്നത്, ഇവര് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങളും 2 നിലവിളക്കുകളുമാണെന്ന് പറയുന്നുണ്ട്. പ്രവാചകനായ സെക്കരിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ 2 അഭിഷിക്തന്മാരാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനോയിന്റഡ്, ഈ അഭിഷിക്തൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രത്യേക ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ, നിയോഗിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് അഭിഷിക്തൻ, അനോയിന്റഡ് എന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്തത്, ഇവരുടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ദൈവം ചില പ്രത്യേക അധികാരം ഇവരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അതായത് ആകാശത്തു നിന്ന് മഴ പെയ്യാതെ ആകാശത്തെ അടച്ചു കളയുവാൻ, ഭൂമിയിലെ വെള്ളത്തെ രക്തമാക്കി തീർക്കാൻ, അങ്ങനെയൊക്കെയുള്ള ചില ശുശ്രൂഷകൾ അല്ലെങ്കിൽ അധികാരം ദൈവം അവർക്ക് ആ സമയങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ശുശ്രൂഷ മനുഷ്യർക്ക് ദൃശ്യമാകും. അതിലും അത്ഭുതകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവരെ കൊന്നതിന് ശേഷം, എതിർ ക്രിസ്തുവരെ കൊന്നതിന് ശേഷം ഇവരുടെ ജഡം 3.5 ദിവസം യെരുശലേമിൻ്റെ നഗരവീഥിയിൽ കിടക്കുകയും ലോകമെങ്ങുമുള്ള സകല ആളുകളും ഇത് കാണുകയും ചെയ്യും. ഈ വേദപുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിവർത്തിക്കപ്പെടും. ഞാൻ ഈ പറയുന്ന ഈ വാക്യങ്ങൾ ഒരു 50 വർഷം മുമ്പ്, 100 വർഷം മുമ്പ് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയുകയില്ലായിരുന്നു. കാരണം
ഒരു നഗരത്തിന്റെ വീതിയിൽ ലോകത്തിന്റെ ഒരു സ്ഥലത്ത് കിടക്കുന്ന മനുഷ്യരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ ജഡം സർവ്വഭൂമിയിലെയും ആളുകൾ കാണുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ്, ഇതിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് തത്സമയം ഇത് കാണാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. എത്ര അത്ഭുതകരമായ പ്രവചനങ്ങളാണ് വേദപുസ്തകത്തിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേഗത്തിൽ ഇവര് ആരാകാം എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. ഇതിനെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്നത് ഈ രണ്ട് സാക്ഷികൾ മോശയും ഏലിയാവും ആണെന്നാണ്. 1260 ദിവസം, അതായത് മഹോപദ്രവത്തിന്റെ 3.5 വർഷം ഇവർ ചെയ്യുന്ന ആ ഒരു ശുശ്രൂഷ, ആ ശുശ്രൂഷയ്ക്ക് ഏറ്റവും യോഗ്യരായവർ അല്ലെങ്കിൽ അത് ചെയ്യാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ മോശയും ഏലിയാവുമാണെന്നാണ് പരക്കെയുള്ള പൊതുവായുള്ള വിശ്വാസം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് മറുരൂപമലയിൽ യേശുവിൻ്റെ പ്രാർത്ഥനാ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട 2 പേർ മോശയും ഏലിയാവുമാണ്. രണ്ടാമത്തെ കാര്യം, ഈ 1260 ദിവസം ഇവർ ഈ ശുശ്രൂഷ ചെയ്യുമ്പം അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ മഴ പെയ്യാതെ ആകാശത്തെ അടച്ചു കളയുക, 2 വെള്ളത്തെ രക്തമാക്കുക. ഈ ശുശ്രൂഷകൾ ചെയ്തത് മോശയും ഏലിയാവുമാണ്. കാരണം ഏലിയാവാണ് മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ അടച്ചത്, മോശയാണ് വെള്ളത്തെ രക്തമാക്കി തീർത്തത്. അപ്പം അതുകൊണ്ട് ഇവര് 2 പേരും തന്നെ ആകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. ഈ കർത്താവിൻ്റെ വലുതും ഭയങ്കരവും ആയ നാളിന് മുമ്പ് ഞാൻ ഏലിയ പ്രവാചകനെ അയക്കുമെന്നുള്ളത് പ്രവാചകനായ മലാഖിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞത് വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവചന നിവൃത്തി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞ മോശയും ഏലിയാവും എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഭൂമിയിൽ സ്വാഭാവികമായ മരണം കാണാതെ മരിച്ച എടുക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഏലിയാവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏലിയാവിനെ അഗ്നിമയ രഥങ്ങളിൽ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് ഒന്നാമത്തേത് ഏലിയാവാണ്. കാരണം ഏലിയാവ് നാച്ചുറൽ ഡെത്ത് ഏലിയാവിനുണ്ടായിട്ടില്ല, ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയുടെ ഭാഗമാണെന്നാണ് ചിലർ അങ്ങനെ വിശ്വസിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, 2 തവണ മരിച്ചവർ ഭൂമിയിലുണ്ടല്ലോ. ലാസർ 2 തവണ മരിച്ചിട്ടുണ്ട്. കാരണം ഒന്നാമത് താന് ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു, യേശു ഉയർപ്പിച്ചു, രണ്ടാമതും മരിച്ചു. അപ്പൊ വേദപുസ്തകത്തിൽ അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം മരിച്ച ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു നിയമം വേദപുസ്തകത്തിൽ നമ്മൾ പൊതുവായി കാണുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. രണ്ടാമത്തേത്, ചിലർ പറയുന്നത് ഇത് ഏലിയാവും ഹാനോക്കുമാണെന്നാണ്. കാരണം ഹാനോക്കും ശാരീരികമായിട്ടുള്ള ഒരു മരണം വരിച്ച ഒരു വ്യക്തിയല്ല, തന്നെയും ദൈവം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അടുത്തത്, ഈ മോശയുടെ മരണത്തെക്കുറിച്ച് രസകരമായ ചില വ്യാഖ്യാനങ്ങളുണ്ട്. അത് പ്രമുഖരായ ചില ആളുകളുടെ വ്യാഖ്യാനമാണ്. ഞാൻ അതിനെ എതിരായിട്ടോ അനുകൂലമായിട്ടോ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ നിങ്ങളതൊന്ന് കേൾക്കുന്നത് നല്ലതാണ്, ഒന്ന് മനസ്സിലാക്കാൻ. അപ്പം അവർ പറയുന്നത്, മോശ മരിച്ചു, മോശയെ ദൈവം അടക്കം ചെയ്തു, മോശയുടെ മൃതശരീരം ആരും കണ്ടിട്ടില്ല, മോശ അടക്കിയ സ്ഥലവും ആർക്കും അറിയില്ല. വചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യൂദായുടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രധാന ദൂതന്മാരിൽ ഒരുവനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ചും വാദിച്ചും കൊണ്ടിരുന്നുവെന്ന്. അപ്പം ആ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, മോശയുടെ ശരീരത്തെ അടക്കിയിട്ടില്ല,
ആ ശരീരത്തെ ദൈവദൂതന്മാർ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയെന്നും സ്വർഗത്തിൽ മൃതശരീരം സൂക്ഷിപ്പാനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് അവിടെ വെച്ച് ഉയർപ്പിച്ച് മോശ ഭൗതിക ശരീരത്തോടുകൂടെ തന്നെ സ്വർഗത്തിലുണ്ട് എന്നുമുള്ളൊരു വ്യാഖ്യാനമാണ് എൻ്റെ അഭിപ്രായമല്ല. ഇതൊന്ന് അറിയാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓരോരുത്തര് അവരവർക്ക് തോന്നുന്നത് പോലെയാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഇത് മോശയും ഏലിയാവുമാണെന്നും അടുത്തത് ഹാനോക്കും ഏലിയാവുമാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി മറ്റു ചില അഭിപ്രായങ്ങൾ ആ കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു പീഡന കാലഘട്ടത്തിൽ ജനിച്ച് ജീവിക്കുന്ന ചിലർക്ക്, രണ്ടുപേർക്ക് ദൈവം പ്രത്യേകാൽ ചില അധികാരങ്ങൾ നൽകി ആ ശുശ്രൂഷയ്ക്കായി അവരെ ശക്തിപ്പെടുത്തുന്നു എന്ന് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നു. ശക്തിപ്പെടുത്തുന്നു എന്ന് ഉള്ള ചില വ്യാഖ്യാനങ്ങളാണ് ആ ഒരു വ്യാഖ്യാനം. ആ ഒരു വ്യാഖ്യാനത്തെ നമുക്ക് നിഷേധിക്കാനായിട്ട് പറ്റില്ല. കാരണം എല്ലാ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളെ തന്നെയാണ് ദൈവം തെരഞ്ഞെടുത്ത് ഉപയോഗിച്ചത്. കാരണം ഇന്നോളമുള്ള വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ പണ്ട് ജീവിച്ചിരുന്നവരാരും എഴുന്നേറ്റ് വന്ന് ഒരു ശുശ്രൂഷ ചെയ്തതായി നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ആ വ്യാഖ്യാനത്തെയും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിനും ഒരു സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് പണ്ട് ജീവിച്ചിരുന്ന മോശയും ഏലിയാവും ഇനിയും വന്ന് ശുശ്രൂഷ ചെയ്യുമോ എന്നുള്ളത് വേദപുസ്തകത്തിന്റെ പൊതുവായ ഒരു പഠിപ്പീരിൽ നമ്മൾ നോക്കിയാൽ അങ്ങനെ ഒന്ന് മരിച്ചു മൺമറഞ്ഞ അല്ലെങ്കിൽ പൂർവ്വകാലത്ത് ജീവിച്ചിരുന്നവരായിട്ടുള്ള ആരെങ്കിലും വന്ന് ആ ശുശ്രൂഷ ചെയ്യുമോ എന്നുള്ളത് നമുക്കൊരു സംശയമാണ്. കാരണം ധനവാൻ പോലും അബ്രഹാം പിതാവിനോട് പറയുകയാണ്, എന്നെ എൻ്റെ സഹോദരന്മാരുടെ അരികിലേക്കൊന്ന് പറഞ്ഞയക്കുക, ഞാനൊന്ന് പോകട്ടെ, പോയി അവരോട് പറയട്ടെ. അപ്പൊ പറഞ്ഞു, പ്രവാചകന്മാർ ഉണ്ട് ഇല്ലേ, മരിച്ചവരിൽ ഒരുത്തൻ ചെന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല. മോശയും ഏലിയ അല്ലെങ്കിൽ പ്രവാചകന്മാർ, മോശയുടെ ന്യായപ്രമാണം അവർക്കുണ്ട്. അപ്പം ആ വ്യാഖ്യാനത്തിൽ അവർ പറയുന്ന അഭിപ്രായം ഇത് മോശയുമല്ല, ഇത് ഏലിയാവുമല്ല, ഇത് ഹാനോക്കുമല്ല. കാരണം വേദപുസ്തകത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ ഒരു സ്ഥലത്തും, കാരണം വേദപുസ്തകത്തിൽ 40 എഴുത്തുകാരന്മാരാൽ 1600ഓളം വർഷത്തെ ചരിത്രങ്ങൾ ആണല്ലോ നമ്മൾ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇത്രയധികം ദീർഘ വർഷങ്ങളിൽ എഴുത്തുകാർ നിന്ന് എഴുതിയ ഈ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ ഒരു സ്ഥലത്തും പണ്ട് ജീവിച്ചിരുന്നവരാരും വീണ്ടും പുനർജനിച്ച് വന്ന് ആ ശുശ്രൂഷ ചെയ്തതായിട്ട് നമ്മൾ കാണാത്തത് കൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല. ഇത് ആ കാലത്ത് തന്നെ, അല്ലെങ്കിൽ മഹോപദ്രവ കാലത്ത് തന്നെ ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് 2 പേരെ ദൈവം പ്രത്യേകാൽ തെരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തി തൻ്റെ സാക്ഷികളാക്കി നിർത്തുന്നു എന്നുള്ള ശക്തമായ ഒരു അഭിപ്രായം നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ലോജിക്കലി നമ്മൾ ചിന്തിച്ചാൽ അതായിരിക്കാം കുറച്ചുകൂടെ ശരിയാകുന്നതെന്ന് നമുക്ക് ലോജിക്കലി ചിന്തിക്കാം. ഓക്കെ, അഭിപ്രായം നിങ്ങളിലേക്ക് വിടുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, ഇവർ 2 സാക്ഷികളാണ്. ഇവർ ആ ശുശ്രൂഷ ചെയ്യുകയാണ്. ശരിക്കും നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം ചില ശേഷിപ്പുകളെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ ശക്തരായ സാക്ഷികൾ ഈ കാലഘട്ടത്തിലുമുണ്ട്. ഇന്നും ലോകം വഷളത്വത്തിൽ പോകുന്നു, മാലിന്യത്തിലാണ്, പാപത്തിലാണ് എന്നൊക്കെ പറയുമ്പോഴും, തലമുറകൾ ന്യൂ ജനറേഷനാണ്, ടെക്നോളജിക്കലി സ്ട്രോങ് ആണ്, ഇനിയും ദൈവവിശ്വാസം ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന കഴിവുള്ള യുവതലമുറകളെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പം ശരിക്കും ദൈവം ഒരിക്കലും തൻ്റെ പ്രവൃത്തി അവസാനിപ്പിക്കുന്നില്ല. ആ ഒരു മഹോപദ്രവ കാലത്തു പോലും ദൈവത്തിൻ്റെ 2 സാക്ഷികളെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം വലിയവനാണെന്നും രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂലോകം മുഴുവനും പ്രസംഗിക്കപ്പെടണമെന്നുള്ള ദൈവിക നിർണയത്തിൻ്റെ പൂർണ്ണതയും ആ കാലഘട്ടത്തിലും ദൈവം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഇനി ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചില ആത്മീക സത്യങ്ങളും ആത്മീക മർമ്മങ്ങളും
ഞാൻ നിങ്ങളോട് പറയുകയാണ്. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ ഇനി പറയുന്ന ഭാഗങ്ങൾ. ഇത് വളരെ ആത്മീകമായ, വളരെ ശക്തമായ ദൂതാണ്. ഞാൻ വെറുതെ ബൈബിൾ ക്ലാസ് ആയിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് കുറെ ഇൻഫർമേഷൻസ് നിങ്ങളുടെ തലയിലേക്ക് കയറ്റാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്നിടത്തെല്ലാം എൻ്റെ ശൈലി ഇത് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച ആരുടെയെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ് കേട്ട് പോവുക എന്നുള്ളതല്ല. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 3.5 വർഷം അവർ ആ ശുശ്രൂഷ ചെയ്യുകയാണ്. ഇത് മോശയും ഏലിയാവും അല്ല എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? ഇവരുടെ വായിൽ നിന്ന് തീ പുറപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ആ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ. എന്തായാലും ആ കാലഘട്ടത്തിൽ 2 പേരെ ദൈവം ശുശ്രൂഷകൾക്കായി നിയമിക്കുകയാണ്, സാക്ഷികളായി നിയമിക്കുകയാണ്. ആ സാക്ഷികൾ അവരുടെ സാക്ഷ്യം തികച്ച ശേഷം എന്ന് പറയുന്ന ഒരു പദം നമുക്ക് കാണാനായിട്ട് പറ്റും. സാക്ഷ്യം തികച്ച ശേഷം. അതിനുശേഷമാണ് ഈ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം പടവെട്ടിയവരെ കൊന്നുകളയും. 7-ാമത്തെ വാക്യമാണ് അവരുടെ സാക്ഷ്യം തികച്ച ശേഷം. പ്രിയപ്പെട്ടവരെ, എതിർക്രിസ്തു ഇവരെ കൊന്നുകളഞ്ഞാലും ഏറ്റവും സന്തോഷകരമായ കാര്യം, ദൈവം നിർണയിച്ചത് ദൈവം ചെയ്തിരിക്കും. അതാണ് നമ്മുടെ ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും തീരാത്തൊരു കാര്യമാണ്. അവരുടെ സാക്ഷ്യം തികപ്പാൻ അവർക്ക് കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയാം, എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ, നാം സത്യസന്ധമായും പരമാർത്ഥമായും ദൈവം മുമ്പാകെ ജീവിച്ചാൽ ആ ഏൽപ്പിച്ചത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് ലഭിക്കുമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നു എന്നാണ്. പക്ഷെ തിമത്തിയോസിന്റെ 2-ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ തന്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം എഴുതുമ്പോൾ താൻ പറയുകയാണ്, ഓട്ടം തികച്ചു. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു അവസാനം പറഞ്ഞ വാക്കുകൾ എന്താണ്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലതും നിവൃത്തിയായി. എന്തെങ്കിലുമൊക്കെ പൂർത്തിയാക്കാനായിട്ട് ഇട്ടിട്ട് വിലപിച്ചു പോകുന്നവനല്ല ദൈവഭക്തൻ. യഥാർത്ഥമായി ദൈവഭക്തൻ സംതൃപ്തനായി പോകേണ്ടുന്നവനാണ്. പണ്ടൊക്കെ ഈ മരിക്കുമ്പം അല്ലെങ്കിൽ മരണശൈലിയിൽ കിടക്കുമ്പം ആൾക്കാരുടെ വായിൽ പൊന്നുരച്ചു കൊടുക്കുന്നു, കട്ടിലിൻ്റെ അടിയിൽ പാസ്ബുക്ക്, പൈസ, പ്രമാണം. ജീവൻ പോണെങ്കിൽ എന്തൊരു പാടാണ്. ഈ ഭൂമിയിൽ കിടക്കുന്നതിനെ വിട്ടിട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. കാരണം മനസ്സ് മൊത്തം ഇവിടെ കിടക്കുകയാണ്. പക്ഷെ യഥാർത്ഥമായ ഒരു ദൈവഭക്തൻ അവൻ്റെ മരണസമയത്തും അവൻ്റെ ജീവിതാന്ത്യത്തിലും അവൻ സന്തോഷവാനാണ്. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തു കഴിഞ്ഞു, അത് പൂർത്തീകരിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അപ്പം ഈ 3.5 വർഷത്തിൽ പീഡനത്തിന്റെ ആ പ്രാരംഭ കാലയളവുകളിൽ ജാതികൾക്ക് ആലയം ചവിട്ടാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ സകല നിയന്ത്രണവും എതിർ ക്രിസ്തുവിന്റെ കൈകളിലായിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം നിവർത്തിക്കുന്ന 2 പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയൊരു ആത്മീക മർമ്മമല്ലേ? ആ സമയത്തും ദൈവം തൻ്റെ സാക്ഷികളെ ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് അതെത്ര മനോഹരമാണ്. അവരുടെ സാക്ഷ്യം തികച്ച ശേഷം ആ ആഴത്തിൽ നിന്ന് കയറി വന്ന മൃഗം അവരെ കൊന്ന് നഗരത്തിന്റെ നടുവിലേക്ക് ഇടുന്നു. ഈ നഗരത്തെക്കുറിച്ച് പറയുന്നത് ആത്മീകമായ സോദോം എന്നു പേരുള്ള മിസ്രയീം, യെരുശലേമിന്റെ തെരുവാണ്. സത്യത്തിൽ യെരുശലേമിനെ എന്തുകൊണ്ടാണ് സോദോം എന്ന് പറയുന്നത്? മിസ്രയീം എന്ന് പറയുന്ന ആ എന്ന് പേരുള്ള മഹാനഗരം എന്ന് പറയാനുള്ള കാരണം എന്താണ്? സത്യത്തിൽ യെരുശലേം ദൈവത്തിന്റെ സ്ഥലമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ജനതയാണ്. പക്ഷെ അവർ സോദോമിനേക്കാൾ അധപ്പതിച്ച അവസ്ഥയിലേക്ക് അവർ ആയിപ്പോയ പ്രത്യേക സാഹചര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്.
എന്നിട്ട് നമ്മൾ കാണുന്നത് അവരുടെ ആ ശരീരം അവിടെ കിടക്കുന്നു. ഭൂമിയിലെ സകല മനുഷ്യരും അത് കാണുന്നു. എങ്ങനെയാണ്? ഈ ഇന്റർനെറ്റ്, അതുപോലെ തന്നെ ഈ ലൈവ് സ്ട്രീമിംഗ്, ഇതിലൂടെ സകല മനുഷ്യരും അത് കാണുമ്പോൾ 3.5 ദിവസം കഴിയുമ്പോൾ, 3-ാം ദിവസം കഴിഞ്ഞ ശേഷം ജീവശ്വാസം, ദൈവത്തിന്റെ ജീവശ്വാസം അവരിൽ വന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് അവർ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. 7000 പേര് മരിച്ചു പോകുന്നു. ഇങ്ങനെയാണ് ആ ഭാഗം മുമ്പോട്ട് പോകുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവം പരമാധികാരിയാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആര് ഭരിച്ചാലും എന്തെല്ലാം സംഭവിച്ചാലും എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ദൈവത്തിൻ്റെ കൈവശമാണ്. കർത്താവ് നിങ്ങളേവരെയും സഹായിക്കട്ടെ. ഈ ഒരു തലമുറയിലും ദൈവത്തിൻ്റെ സാക്ഷികളായി നമുക്ക് നിൽക്കാം. നമ്മളെ കൊണ്ടാകുന്നത് പോലെ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവിടുത്തെ സാക്ഷികളായി തീരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.